Good afternoon, everyone. Good afternoon. Good afternoon, ma'am. Good afternoon. Okay. So, from starting up. Okay. Let's start today's class with prayer, Q&A, and science. Okay. So, please proceed with prayer. Prayer ആരാ ചൊല്ലാം? ആരുല്ല? ആരാ prayer ആരാ ചൊല്ലാം? ആരും prepare ഉണ്ടല്ലോ? ഞാൻ ചൊല്ലാം മിസ്സേ. In the name of God, most gracious, most merciful, praise be to God, Lord of the world, the beneficent, the merciful, honor of the day of judgment, honor of the day of judgment. Okay, Irshana. Irshana പേര് ഓർമ്മ. Thank you. ഓർത്തുവെക്കണേന്. കുറച്ച് പേരുടെ പേര് മാത്രമേ നമുക്ക് ഓർമ്മയിലുണ്ടാവില്ല. എല്ലാവരെയും ഓർക്കണമെന്നില്ല കേട്ടോ. കാരണം എനിക്ക് പ്രൊഫൈൽ നെയിം ആണ് കൂടുതലും ഞാൻ നോട്ട് ചെയ്തത്. So many next thought of the day signing ഇതാണ്. പെട്ടെന്ന് അവിടെ സ്റ്റാർട്ട് ചെയ്യൂ. ഒരുപാട് എന്ത് പറ്റി? തൊട്ടത്തിരിയൊന്നുമില്ല? Good afternoon, all. Good afternoon, ma'am. The greatest gifts we can give our children are the roots of responsibility and the wings of independence. നമ്മളുടെ കുട്ടികൾക്ക് നാം നൽകാവുന്ന ഏറ്റവും മികച്ച സമ്മാനങ്ങൾ ഉത്തരവാദിത്തത്തിന്റെ വേരുകളും സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകളുമാണ്. താങ്ക് യു, മാം. Okay. So പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ്. Yes, ma'am. Okay. So നമ്മള് ആർട്ടിക്കിൾ ആൻഡ് കോൺഗേർഡ് അല്ല യൂണിറ്റ് 5 നമ്മള് മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറ്റൻഡ് ചെയ്തു എല്ലാവരും? ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല മിസ്സേ. കുഴപ്പമില്ല. എന്തോ എവിടെയോ ഡൗട്ട് ഉണ്ടോ? ഇല്ല മിസ്സേ, കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും ഇങ്ങനെയാ? ക്ലിയർ ആണോ? Yes, ma'am. പിന്നെ കോൺഗേർഡിന്റെ അല്ലാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നോക്കിയിരുന്നോ? അത് നോക്കിയിരുന്നു, മാം. ഓക്കെ, ആൻസർ ഉണ്ട്. എന്നാലും നിങ്ങൾ ചെയ്ത് നോക്കിയോ? മോക്ക് ടെസ്റ്റ് കുറച്ചും കൂടെ എളുപ്പം പോലെ തോന്നി, മറ്റേത് ഇച്ചിരി ടഫ് ആയിട്ട് തോന്നി. അത് ശരിയാ, മറ്റേത് കുറച്ച് ടഫായി തോന്നി. മോക്ക് ടെസ്റ്റ് ഇട്ടത് വലിയ കുഴപ്പമില്ല. ഓക്കെ, ഇത് കാര്യം ചെയ്യൂട്ടോ. ഈ മോക്ക് ടെസ്റ്റ് ഞാൻ തരുന്ന ക്വസ്റ്റ്യനും നന്നായിട്ട് പഠിക്കാം. ചിലപ്പോ അതിൽ ക്വസ്റ്റ്യൻ വന്നാലോ. ഓക്കെ, അതില് വരുന്നോണ്ട് കുഴപ്പമില്ല. അതില് സിമ്പിൾ ആയിട്ടുണ്ടെങ്കിൽ അത്രയും കുഴപ്പമില്ല. അതുകൊണ്ടാ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതൽ തന്നെ പഠിച്ചു വെക്കൂ. വരാതിരിക്കാം. ഓക്കെ, പിന്നെന്താ? അപ്പൊ അത്രയേ ഉള്ളൂ, ആ ചാപ്റ്റർ അത്രയേ ഉള്ളൂ. ഞാൻ പിന്നെ പറഞ്ഞത് ക്വസ്റ്റ്യൻ ടാഗ് ആണ് അല്ലെ? ക്വസ്റ്റ്യൻ ടാഗിലേക്കാണ് പോകുക. ക്വസ്റ്റ്യൻ ടാഗ് എന്താണെന്നൊക്കെ അറിയാലോ? അറിയോ? എന്നാണോ ഇതാണോ? നോക്കണം. ക്വസ്റ്റ്യൻ ടാഗ് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഒരുപാട് സിമ്പിൾ. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കില്ലേ? ഷീസ് റീഡിങ്, isn't she? ഇതാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഷീസ് റീഡിങ് തന്നിട്ട് ഡാഷ് ആയിരിക്കും പിന്നെ വരാം, ഫിൽ ചെയ്യാം. എന്താണ് ഷീസ് റീഡിങ്? അവള് വായിക്കുകയാണ് എന്നാ പറയുന്നേ. വായിക്കുകയാണോ ചോദിക്കണം. എന്താണ് ചോദ്യം? വരാം. isn't she?
അല്ലെ? They are not coming. എന്ത് വരും? Are they? Okay. Just ഒന്ന് പറഞ്ഞുകൊണ്ടേ. അതായത് സെന്റൻസ്, തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ വരുന്ന ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ വരുന്ന ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. അതാണ് ഇപ്പൊ കണ്ട രണ്ട് എക്സാമ്പിൾ. ഷീസ് റീഡിംഗ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ, അവള് വായിക്കുകയാണ്. സോ വന്ന ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? നെഗറ്റീവ് ആണ്. ഷീ വായിക്കുകയാണോ എന്നാണ് വരിക അല്ലെ. പിന്നെ നെക്സ്റ്റ് രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കി. ദേ ആർ നോട്ട് കമ്മിങ്, അവര് വരുന്നില്ല അല്ലെ, അവര് വരുന്നില്ല. അപ്പോ ചോദിച്ച ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് നെഗറ്റീവ് ആണ്. സോ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് വന്നു? പോസിറ്റീവ് ആയിട്ട് വന്നു. ആർദേ എന്നാ ചോദിച്ചത്, അല്ലാതെ നെഗറ്റീവ് ഇവിടെ വന്നിട്ടില്ല. ആർദേ എന്നാ ചോദിച്ചത്. അപ്പോ എപ്പോഴും അത് മൈൻഡിൽ വെക്കേണ്ടതാണ്. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആയോ? Yes, ma'am. ഇനി ചെയ്യേണ്ടത് ചോദിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റിലുള്ള ഓക്സിലറി ഏതൊക്കെയാണ് ഓക്സിലറീസ് എന്ന് നോക്കുക. ആ ഓക്സിലറിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ വരേണ്ടത്. ഓക്കെ. സോ ഇവിടെ കുറച്ച് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇത് പോസിറ്റീവ് നെഗറ്റീവ്. ഈസിന്റെ നെഗറ്റീവ് ഈസിന്റെ ആണ്, ആമിന്റെ നെഗറ്റീവ് ആറിന്റെ ആണ്, ആറിന്റെ ആറിന്റെ ആണ്. ആമിന്റെ ആറിന്റെ ആണ്, മറക്കരുത്. ആം നോട്ട് അല്ല. ആം എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് വരുന്നത് ആർ നോട്ട് ആണ്, ആറിന്റെ ആണ്. പഠിക്കണോട്ടോ. എപ്പോഴും മിക്കപ്പോഴും എല്ലാവരും കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ അത് പഠിച്ചു വെക്കുക. ആറ് ആറിന്റെ ആണ്. വാസ് വാസ് ഇറ്റ്, വേർ വേർ ഇറ്റ്, ഹാസ് ഹാസ് ഇറ്റ്, ഹാവ് ഇറ്റ്, ഹാഡ് ഇറ്റ്, do, don't, does it, did it, can't, could it, will, won't, wouldn't, may not ആണ്, may not, might not, shalln't പറയാം, shall not പറയാം, shouldn't, must not, need, ഇത്രയും പഠിച്ചു വെക്കാം. ഫുള്ളൊന്നും കാര്യമില്ല. അതൊന്നും പറയാൻ ചാൻസ് ഇല്ല. പക്ഷെ ടേബിൾ പഠിച്ചു വെക്കാം, മസ്റ്റ് ആണ്. സോ അത് ഈ ടേബിൾ പഠിക്കുമ്പോ സിമ്പിൾ ആണ്. കാരണം സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഏത് ഓക്സിലറി ആണെന്ന് നോക്കിയിട്ട് ചോദിക്കാം. എന്നോടാണോ? OUGST. OUGST അത് പറഞ്ഞെന്താ? ഓട്ടാണ്. അതിന് മീനിങ് ആണ് ഉദ്ദേശിച്ചത്. അതിന് മൊഡൽ വേർബ് ആണ് കേട്ടോ. ഓക്കെ മാം. നമ്മള് മൊഡൽ വേർബ് എന്ന് പറയുമ്പോൾ ക്യാൻ, കുഡ്, വിൽ, കുഡ്, ഷാൽ, ഷുഡ്, മൈറ്റ്, മസ്റ്റ്, മൈറ്റ്, ought to ഇതൊക്കെ മൊഡൽ വേർബിൽ പെടുന്നതാണ്. പക്ഷെ ought to നമ്മൾ അധികം യൂസ് ചെയ്യാത്ത ഒന്നാണ്. ഓക്കെ. ഇപ്പൊ മൈറ്റ് ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യാറില്ലല്ലോ. യൂസ് ചെയ്യാത്തൊരു കാറ്റഗറിയിൽ പെടുന്ന ഒന്നാണ് ought. സോ ടേബിൾ പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടാഗ് എഴുതാൻ സിമ്പിളായിട്ട് തോന്നും. അല്ലാതെ അറിയാം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഓക്കെ. അതുപോലെ സബ്ജക്റ്റിലാണെങ്കിലും സബ്ജക്ട് ക്വസ്റ്റ്യൻ ടാഗിൽ വരുമ്പോൾ സബ്ജക്റ്റ് മാറ്റങ്ങളാണ്. ഹി ആണ്, ഷീ ആണ്, ദേ ആണ്. ബോയ് എന്ന് പറയുമ്പോൾ ഓൾറെഡി അറിയാം. ഇത് മെയിൽ ആണെങ്കിൽ ഹി ആണ്. ഗേൾ ഫീമെയിൽ ആണ്, സോ ഷീ ആണ്. രാജു ഹി ആണ്. അപ്പൊ പേരായിട്ടോ അല്ലാണ്ട് നൗൺ ആയിട്ടോ ഒക്കെ വരാം. അത് നമ്മൾ മെയിൽ ആണോ ഫീമെയിൽ ആണോ ഐഡന്റിഫൈ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ടാഗിൽ വരുമ്പോൾ സബ്ജക്ട് ഹി ഓർ ഷീ ആയിരിക്കും. ഓക്കെ. സോ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇനി സിംഗുലർ മെയിൽ സബ്ജക്ട് ഹി ആണ്, അതല്ല എനിക്ക് പറഞ്ഞത്. ഇനി സിംഗുലർ ഫീമെയിൽ സബ്ജക്ട് ഷീ ആണ്. ഇനി പ്ലൂറൽ മെയിൽ ഓർ ഫീമെയിൽ സബ്ജക്ട് നമുക്ക് ഇറ്റ് പറയാം. അത് പ്ലൂറൽസ് ആണ് കേട്ടോ. ആവാം. ഇനി പ്ലൂറൽ ഇൻഅനിമേറ്റ് സബ്ജക്ട് ദേ ആയിട്ട് പറയാം. Everyone they ആണ്, everybody they ആണ്, none of us we ആണ്, some of us we, none of you you ആണ്, some of you you ആണ്, none of the students they, let us we, let us ആണ്. ഈ രണ്ട് ടേബിളും പഠിച്ചു വെക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? Yes, ma'am. Yes, ma'am. യെസ്. ഇനി എക്സാമ്പിൾസ് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ക്വസ്റ്റ്യൻ ആക്കി വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞു. നെക്സ്റ്റ് ഷീസ് വെരി ക്ലവർ. ഷീസ് വെരി ക്ലവർ എന്ന് പറയുമ്പോൾ അതിനുശേഷം പോർഷണൽ ആക്ഷൻ ആയിരിക്കും. ഷീസ് ക്ലവർ എന്ന് പറയുമ്പോൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഓക്സിലറി ഈസ് ആണ്.
ഇതിന്റെ നെഗറ്റീവ് എടുക്കാം. ഈസ് ഇൻ ഷീ കൂടെ സബ്ജക്ട് കൂടെ ആഡ് ചെയ്യാം. അപ്പൊ എന്ത് വരും? ഈസ് ഇൻ ഷീ എന്ന് വരും. ഇതിന് ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. അതാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അതുപോലെ ഹി സാങ് വെൽ. ഹി സാങ് വെൽ എന്ന് പറയുന്നത്, സാങ് എന്ന് പറയുന്നത് എന്താണ്? പ്രസന്റ് ടെൻസ് ആണോ പാസ്റ്റ് ടെൻസ് ആണോ? പാസ്റ്റ് ടെൻസ് മാം. പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ആണ്. സിംഗ് സാങ് സങ് ആണ്. അപ്പൊ പാസ്റ്റ് ആണ്. സോ നമ്മൾ പാസ്റ്റിൽ യൂസ് ചെയ്യുമ്പോ അവിടെ ഓക്സിലറിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല അല്ലെ. ഇത് ചെയ്തൊരു പ്രവൃത്തിയാണ്. അപ്പോ എന്ത് വരും ഇവിടെ? ചെയ്തൊരു കാര്യമായതുകൊണ്ട് ഡു ഡസ് അല്ല ഡു ഡിഡ് ഡൺ വരും. ഈ കാര്യങ്ങൾ വരാം. പാസ്റ്റ് ആയതുകൊണ്ട് അതുപോലെ സാങ് കണ്ടത് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യണ എന്താണ്? ഡിഡ് ആയിരിക്കും. അപ്പൊ ഡിഡ് ആണ് അവിടെ പോസിറ്റീവ് ആയിട്ട് വരാം. അതിന് നെഗറ്റീവ് എടുക്കുമ്പോ ഡിഡിന്റ് ആണ്. അപ്പൊ ഡിഡിന്റ് ഹി ആയിരിക്കണം ചോദിക്കും. Yes. യെസ് മാം. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? Yes, ma'am. ഓക്കെ. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ സബ്ജക്ട് വൈസ്, അതുപോലെ ഇവിടെ നോക്കിയേ കുറച്ച് വേർഡ്സ് ലിറ്റിൽ, ഫ്യൂ, ഹാർഡ്ലി, സ്കെയർലി, റൈഡ്ലി ആൻഡ് സെലക്ട്. ഈ ത്രീ വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നെഗറ്റീവ് അത് പോസിറ്റീവിലേക്കാണ് വരുന്നത്. മനസ്സിലായോ? അതായത് ഫ്യൂ പീപ്പിൾ ലിസൺ, ഫ്യൂ പീപ്പിൾ ലിസൺ എന്ന് പറയുന്നത് ആ ഒരു പോർഷൻ നമ്മൾ എങ്ങനെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കാം. ഇത്രയും വേർഡ്സ് വരുമ്പോ അത് എന്താണ്? നെഗറ്റീവ് ആണെന്ന് നമ്മൾ ചിന്തിക്കാം. ഓക്കെ. ലിറ്റിൽ, ഫ്യൂ, ഹാർഡ്ലി, സ്കെയർലി, റൈഡ്ലി, സെൽഡം. ഇത്രയും വേർഡ് ഏതെങ്കിലും ഒരു വേർഡ് ഒരു സെന്റൻസിൽ കാണുകയാണെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കാം. സോ അപ്പൊ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം? Positive. പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ്. പോസിറ്റീവ് ആയിരിക്കണം കേട്ടോ. ക്ലിയർ? അപ്പൊ അതുകൊണ്ടാണ് ഫ്യൂ പീപ്പിൾ ലിസൺ എന്ന് പറയുമ്പോൾ ഡു ദേ എന്ന് ഫ്യൂ പീപ്പിൾ ലിസൺ. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏത് ടെൻസ് ആണെന്ന് കൂടെ ഐഡന്റിഫൈ ചെയ്ത് കൊള്ളാം. സോ അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും. ഓക്കെ. അപ്പൊ ഫ്യൂ പീപ്പിൾ ലിസൺ എന്ന് പറയുമ്പോൾ ഫ്യൂ പീപ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ടത് ദേ ആണ്. ക്വസ്റ്റ്യൻ ടാഗിൽ വരുമ്പോൾ ദേ ആണ് വരേണ്ടത് അല്ലെ? കുറച്ച് ആൾക്കാർ. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് അവർ എന്നാണ് അല്ലെ? ദേ ആൾക്കാർ യൂസ് ചെയ്യാം. പിന്നെ അത് ലിസൺ എന്ന് പറയുമ്പോൾ അത് എന്താണ്? പ്രസന്റ് ടെൻസ് ആണ്. അവിടെ പിന്നെ ഓക്സിലറീസോ കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ ഇല്ല. അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഡു ആണ്. പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് നമ്മൾ ഡു ആണ് യൂസ് ചെയ്യേണ്ടത്. സബ്ജക്ട് എന്ത് വരും? ഡേ വരും. ഫ്യൂ പീപ്പിൾ ആയതുകൊണ്ട് ഡേ വരുമ്പോ ഫ്യൂ പീപ്പിൾ ലിസൺ ടു ഡേ എന്നാണ് വരുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആദ്യം സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണ് പോസിറ്റീവ് ആണ് നോക്കാം. അതിനുശേഷം അവിടെ ഓക്സിലറീസ് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. അതിനുശേഷം ഇത് ഏത് ടെൻസ് ആണ് ഐഡന്റിഫൈ ചെയ്യുക. പിന്നെ സ്റ്റേറ്റ്മെന്റില് സബ്ജക്ട് വേണമല്ലോ. അപ്പൊ സബ്ജക്ട് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗിലേക്ക് വരുമ്പോൾ ഏത് സബ്ജക്ട് ആണെന്ന് മനസ്സിലാക്കും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും ക്വസ്റ്റ്യൻ ടാഗ് എഴുതാൻ സിമ്പിൾ ആയിരിക്കും. ക്ലിയർ? അതിൽ കുറച്ചൊരു കൺഫ്യൂഷൻ ആയിരുന്നു. പറയൂ, ക്ലിയർ ആണോ? നെക്സ്റ്റ് നോക്കി, ലിറ്റിൽ പ്രോഗ്രസ് ഹാസ് ബീൻ മെയ്ഡ്. ലിറ്റിൽ പ്രോഗ്രസ് ഹാസ് ബീൻ മെയ്ഡ് എന്ന് പറയുമ്പോൾ ലിറ്റിൽ ആണ് യൂസ് ചെയ്തത്. അതപ്പോ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്തെങ്കിലും ഓക്സിലറി ഉണ്ടോ നോക്കി. ലിറ്റിൽ പ്രോഗ്രസ് ഹാസ് ബീൻ മെയ്ഡ്. ഹാസ് ഉണ്ട്. സോ നമുക്ക് ഹാസിന്റെ നെഗറ്റീവ് ഇടുന്നത് സിമ്പിൾ ആണ് അല്ലെ? പക്ഷെ ഇവിടെ ഓൾറെഡി അത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് എടുക്കേണ്ട ആവശ്യം. മിസ് ഇവിടെ ഹാഡ് അല്ലേ തന്നേക്കുന്നത്? ലിറ്റിൽ പ്രോഗ്രസ് ഹാഡ് ബീൻ മെയ്ഡ് എന്നല്ലേ തന്നേക്കുന്നത്? ഹാഡ് അല്ലേ? ലിറ്റിൽ അല്ല കേട്ടോ. അതിന് മുന്നത്തെ സ്റ്റേറ്റ്മെന്റ് ഓക്കെ മാം. ഓക്കെ മാം. അപ്പൊ ലിറ്റിൽ പ്രോഗ്രസ് ഹാസ് ബീൻ മെയ്ഡ് എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലിറ്റിൽ ആൻഡ് ലിറ്റിൽ രണ്ടും രണ്ടാണ്. നോട്ട് ചെയ്യണം കേട്ടോ. അത് ഞാൻ പഠിച്ചിരിക്കും. ലിറ്റിൽ, ഫ്യൂ, ഹാർഡ്ലി, സ്കെയർലി, റെയർലി ആൻഡ് സെൽഡം. ഇത്രയും വേർഡ്സ് വരുന്ന സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ. നിങ്ങളൊരു കാര്യം ചെയ്യും, നോട്ട്ബുക്ക് എടുക്കും. നോട്ട്ബുക്ക് എടുത്തിട്ട് ക്വസ്റ്റ്യൻ ടാഗ് എഴുതി.
നിങ്ങൾ എങ്ങനെ എഴുതാം? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ്. Just wait a second. ഓക്കെ, അപ്പോ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ വരുന്ന ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ വരുന്ന ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും എന്ന് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. എന്നിട്ട് എക്സാമ്പിൾ ആ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന സെയിം എക്സാമ്പിൾ തന്നെ എഴുതാം. ഷീസ് റീഡിംഗ് ഈസ് ഷീ എന്ന് ചോദിക്കുക. തന്നിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ടാണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് വന്നിരിക്കുന്നത്. അതുപോലെ ദേ ആർ നോട്ട് കമ്മിങ് എന്നുള്ളത് എഴുതാം. അതും പോസിറ്റീവ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആണ് ആദ്യം. ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും, മനസ്സിലാവും. നോട്ട്ബുക്ക് എടുക്കുമ്പോ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ളത് വായിക്കുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, ഇനി എഴുതേണ്ടത് എഴുതി കഴിഞ്ഞോ? സ്പീഡ് കൊടുക്കുന്നുണ്ടോ? നെക്സ്റ്റ് എഴുതേണ്ടത് ലിറ്റിൽ ഇതൊക്കെ സെമി നെഗറ്റീവ് വേർഡ്സ് ലൈക്ക് എന്ന് എഴുതിക്കോ. സെമി നെഗറ്റീവ് വേർഡ്സ് ആണ്. സെമി നെഗറ്റീവ് വേർഡ്സ് നേരിട്ട് ഹൈഫൻ കൊടുത്തിട്ട് ലിറ്റിൽ, ഫ്യൂ, ഹാർഡ്ലി, സ്കെയർലി, റെയർലി ആൻഡ് സെൽഡം are used as negative. കേട്ടോ, ഇത്രയും വേർഡ്സ് വരുന്ന സെന്റൻസ് നെഗറ്റീവ് സെന്റൻസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഞാൻ പറയുന്ന പോലെ തന്നെ എഴുതുന്ന ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് എന്താണോ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നത് അതേപോലെ നോട്ട് എഴുതി വെക്കുക. കാരണം നോട്ട്ബുക്ക് നിങ്ങളുടെയാണ്, വായിക്കുന്നത് നിങ്ങളാണ്. വേറെ ആരും നിങ്ങൾ നോട്ട്ബുക്ക് എടുക്കില്ല. സോ നിങ്ങൾക്ക് മനസ്സിലാവണം. നോട്ട്ബുക്ക് എടുക്കുമ്പോൾ ഏതാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയണം. അതിനുവേണ്ടി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നോട്ട് ചെയ്യണം. എക്സാം വരുമ്പോ നോട്ട്ബുക്ക് നോക്കുമ്പോ പെട്ടെന്ന് മനസ്സിലാവും. അതിന് വേണ്ടിയാണ്. ക്ലിയർ ആണോ? എടുക്കുന്നുണ്ടോ? എല്ലാവരും ക്ലാസ്സിൽ എടുത്തോ? ഋഷാന ക്ലാസ്സിലുണ്ടോ? ഏതൊക്കെ സെമി നെഗറ്റീവ് വേർഡ്സ് എന്നുള്ളത് എഴുതായിരുന്നു. ഇതൊക്കെയാണ് സെമി നെഗറ്റീവ് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ച് വരുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും നെഗറ്റീവ് ആയിരിക്കും. സോ പറയേണ്ട ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതിലേക്ക് എഴുതാട്ടോ. സെയിം എഴുതിലേക്ക് എഴുതാൻ പറ്റിക്ക് വേണ്ട, കാരണം ടെക്സ്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എഴുതാം എ ഫ്യൂ ആൻഡ് എ ലിറ്റിൽ. കണ്ടോ, എ ഫ്യൂ ആൻഡ് എ ലിറ്റിൽ. ഇത് രണ്ടും നമ്മള് വരുന്ന സെന്റൻസ് അത് പോസിറ്റീവ് വേർഡ്സ് തന്നെ കണക്കാക്കാം കേട്ടോ. എ ഫ്യൂ ആൻഡ് എ ലിറ്റിൽ ആർ യൂസ്ഡ് ആസ് പോസിറ്റീവ് വേർഡ്സ്. A few and a little are used as positive words. Okay. So അതുകൊണ്ട് ആ സെന്റൻസിൽ ഈ വേർഡ് വരാണെങ്കിൽ ആ സെന്റൻസ് പോസിറ്റീവ് വേർഡ് ആയിട്ട് കണക്കാക്കും. സോ നമ്മള് ക്വസ്റ്റ്യൻ ടാഗ് അപ്പ് എന്തായിരിക്കും? സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്. അതുകൊണ്ടാണ് a little progress had been made എന്ന് ചോദിക്കുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിൽ ക്വസ്റ്റ്യൻ ടാഗ് ഒരിക്കലും നെഗറ്റീവ് ആണ്. കാരണം അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എ ലിറ്റിൽ ആണ്. ഓക്കെ, അപ്പൊ അതൊക്കെ ചെറിയ ചെറിയ മൈന്യൂട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. പക്ഷെ നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുകയാണെങ്കിൽ മാത്രമേ
കറക്റ്റ് ആൻസർ എഴുതാൻ പറ്റും. ലിറ്റിലും വരാം ലിറ്റിലും വരാം. അപ്പൊ ആ ടൈമിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. മനസ്സിലാവുന്നുണ്ടോ? Yes, ma'am. Okay, yeah. Then third one same തന്നെയാണ് ട്ടോ. മീര സിങ്സ് വെൽ എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് ആണ്. സോ നെഗറ്റീവ് വരും. സിങ്സ് ആണ് വന്നിരിക്കുന്നത്. സിങ്സ് ആയതുകൊണ്ട് പ്രസന്റ് ടെൻസ് ആണ്. അത് മാത്രമല്ല സിങ്സ് ആയതുകൊണ്ട് അത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അവിടെ ഡു ഒന്നല്ല, സിംഗുലർ സബ്ജക്ട് ആയതുകൊണ്ടാണ് സിങ്സ് യൂസ് ചെയ്തല്ലോ. അപ്പൊ യൂസ് ചെയ്യേണ്ട ഓക്സിലറി എന്തായിരിക്കണം? ഡസ് ആയിരിക്കണം. സിംഗുലർ സബ്ജക്ട് ആണെങ്കിൽ ഡസ് അല്ല നമ്മൾ യൂസ് ചെയ്യാം. അപ്പൊ ഡസ് ഇറ്റ് ഷീ ആണ്. മീര ഫീമെയിൽ ആയതുകൊണ്ട് ഷീ ആണ് യൂസ് ചെയ്തത്. ഓക്കെ, then you have it eaten anything. നെഗറ്റീവ് ആണ്. സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് ചോദിക്കുന്നു. ഹാവിന്റ് ആണ്. സോ ഹാവ് യു ചോദിക്കാം. ക്ലിയർ? തേർഡ് വൺ ക്ലിയർ അല്ലേ? ഓക്കെ, then she sings well, you sing well, she sang well. Do the city which പഠിക്കാനാണ് ട്ടോ. She sings well എന്ന് പറയുമ്പോ ക്വസ്റ്റ്യൻ ടാഗ് എന്ത് വരും? പറഞ്ഞു വെക്കൊന്ന്. She sings well. ക്വസ്റ്റ്യൻ ടാഗ് എന്ത് വരും? Doesn't she? Yes, doesn't she. Present tense ആണ്. Singular subject ആണ്. So does ആണ് യൂസ് ചെയ്യുന്നത്. Then you sing well. ഇത് വരും. Did you? Don't you? Don't you? Yes, don't You. ആണ് വരാം. Yeah, singular subject ആണ്. Present tense ആണ്. So നമ്മൾ യൂസ് ചെയ്യുന്നത് do ആണ്. Don't you ആണ് വരാം. Then she sang well. Didn't she? Didn't she? She sang ആണ്. Past tense ആണ്. Singular subject ആണ്. Past tense singular ഒന്നുമില്ല. Past tense നമ്മൾ did മാത്രമേ യൂസ് ചെയ്യുള്ളൂ. So past ആണ് നോക്കിയാൽ മതി. അപ്പൊ did she. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ചെയ്യണം. പ്രസന്റ് ടാഗ്സ് ആണെങ്കിൽ സിംഗുലർ സബ്ജക്റ്റ് ആണോ പ്ലൂറൽ സബ്ജക്റ്റ് ആണോ നോക്കണം. അത്രയൊക്കെ ഉള്ളൂ. സോ ഡു, ഡസ്, ഡിഡ് ഇത്രയും നോക്കുക. ഇതാണ് ഫോർത്ത് വൺ. ഫോർത്ത് വരെ ക്ലിയർ ആണ്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? എന്തായാലും ഞാൻ കുറെ നമുക്ക് എക്സസൈസ് ഒക്കെ ചെയ്യാം. കുറച്ച് ക്ലിയർ ആവും. ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ളത് ക്ലിയർ ആവട്ടെ. അതിനുശേഷം എക്സസൈസ് ഒക്കെ ചെയ്യാം. ഓക്കെ, തേർഡ് ഒന്നുകൂടെ പറയണം. തേർഡ് ഒന്നുമില്ല, ഇത് തന്നെ സെയിം സാധനമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ മീര സിങ്സ് വെൽ. മീര സിങ്സ് വെൽ എന്ന് പറയുമ്പോ അത് ആ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണ്. യൂസ് ചെയ്തിരിക്കുന്ന ടെൻസ് ഏതാണ്? ഇത് പാസ്റ്റ് അല്ലല്ലോ. പാസ്റ്റ് അല്ലാത്തോണ്ടാണ് അവിടെ ഡസ്ന്റ് വന്നത്. ഒന്നല്ല, ഇത് ടെൻസ് ആണെന്ന് പറയുന്നത്. ഇവിടെ ഏത് പ്രസന്റ് ടെൻസ് അല്ലേ? ടെൻസ് മറന്നു എല്ലാവരും. ഞാൻ ചോദിക്കട്ടെ, ഇല്ല അത് പ്രസന്റ് ടെൻസ് മിസ്സേ അല്ലേ? എല്ലാം കൂടി ഒരു ജാമായിട്ട് ഇരിക്കുമോ മിസ്സേ? ഭയങ്കര മിസ്സേ ഞങ്ങളെ ആദ്യം തൊട്ടൊന്ന് റിവിഷൻ ചെയ്യിപ്പിക്കണം. എല്ലാം മറന്നു പോയപ്പോ. അല്ല മിസ്സേ, സിങ്സ് പറയുമ്പോ പ്രസന്റ് ടെൻസ് അല്ലേ? ഞാൻ പറഞ്ഞ ടെൻസ് പഠിപ്പിച്ചപ്പോ ഞാൻ പറഞ്ഞാണ് മറക്കുന്നത് ആവശ്യം വരുന്നത്. അല്ല അങ്ങനെയല്ല, ഓർമ്മയൊക്കെ ഉണ്ട്. പക്ഷെ ഒരു പേടിയാണ്, എക്സാം ആണല്ലോ എന്ന് ഓർത്തിട്ട്. അയ്യോ, എക്സാമിനോർത്ത് പേടിക്കണ്ട, സിമ്പിൾ ആയിരിക്കും. നിങ്ങളൊരു കാര്യം ചെയ്യൂട്ടോ. ഇതിപ്പോ ക്വസ്റ്റ്യൻ ടാഗ് ഞാൻ എന്നത്തോടെ ഞാൻ ക്വസ്റ്റ്യൻ ടാഗ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ച് എക്സസൈസ് ചെയ്യാം. പിന്നെ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ അറിയാത്ത പോർഷൻസ് ഏതാണെന്ന് നോക്കിയിട്ട് എല്ലാവരും അത് നമുക്ക് പയ്യെ റിവിഷൻ ചെയ്ത് തുടങ്ങാം.
ഓക്കെ, മിസ്സേ ഫ്രേസൽ വെർബ് ഒന്ന് എടുത്താണ്, അതിന് ശേഷം മതി റിവിഷൻ. ഫ്രേസൽ വെർബ് ഫ്രേസൽ വെർബ് ഇമ്പോർട്ടന്റ് ആയത് മാത്രം പറയുന്നു, അത് പഠിക്കും. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. അത് 62 അങ്ങനെ കുറച്ച് തോനെ വരുന്നില്ലേ? അപ്പൊ കുറച്ച് പറഞ്ഞാ മതി. ഇമ്പോർട്ടന്റ് ഉള്ള കുറച്ച് പറഞ്ഞു. ഇമ്പോർട്ടന്റ് ഉള്ള മിസ്സല്ലേ, മോഡലിന് മിസ്സല്ലേ ക്വസ്റ്റ്യൻ പേപ്പർ ഇടാ, അപ്പൊ അതില് വരുന്നത് ഏതൊക്കെയാണ്? ഏകദേശം എത്ര വേണം? ഇഷ്ടം പറയില്ലേ? കേട്ടാ ഞാൻ 5 പറയുന്നില്ല. അതിന്റെ പകുതിയാക്കി കുറച്ച് തരുമോ? അതിന്റെ പകുതി 30 ആണോ? 65 ഒക്കെ ഉണ്ടാ? 30 തന്ന 20, 15 or 20 അതിൽ ഞാൻ ഒതുക്കി തരാം. ഓക്കെ. ഓക്കെ മാം. മാം ഫൈനൽ എക്സാമിന് ആരെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടാ? അതാ ഞാൻ കുറച്ചും കൂടി ഇട്ടാ മതി. കേട്ടില്ല, എന്തോ കുറച്ചിട്ടാ മതിയെന്നോ? പറഞ്ഞോളെ റിഷാന, എന്തോ പറഞ്ഞു വന്നു. ഇല്ല, അതിന്റെ പകുതി എന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? മോഡൽ എക്സാമിന് മിസ്സാവും ക്വസ്റ്റ്യൻ പേപ്പർ ഇടാ, പക്ഷെ ഫൈനൽ എക്സാമിന് മിസ് അല്ല അഥവാ ക്വസ്റ്റ്യൻ പേപ്പർ ഇടണമെങ്കിൽ നമ്മള് പെട്ടുപോകൂലേ? നമുക്ക് ആകെ 10-15 എണ്ണം പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അവര് നമ്മളോട് വേറെ ഏതെങ്കിലും ചോദിച്ചാലോ? അപ്പൊ കുറച്ചും കൂടി മനസ്സിലാക്കി പറയാം. ഇത്രയും പോർഷൻസ് എടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. സേഫ് ആക്കാൻ ഞാൻ പോരെ? ഓക്കെ, സേഫ് ആക്കിയാ മതി. പക്ഷേ ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് ജയിപ്പിക്കണം, അത്രേ ഉള്ളൂ. ജയിക്കും നിങ്ങൾ. നിങ്ങൾക്ക് എല്ലാം അറിയാലോ. ഒരു റിവിഷൻ ചെയ്യുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് എല്ലാം അറിയാം. ഒരു കാര്യം ഞാൻ പറയാം, മോക്ക് ടെസ്റ്റ് നോക്കി വെക്കാം. പിന്നെ ഞാൻ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കണം കേട്ടോ. വന്നാലോ ജയിക്കും മിസ്, പക്ഷെ തോനെ മാർക്ക് കിട്ടണം, അതുകൊണ്ടാണ് പേടി. ജയിക്കണേന് കാര്യം കൊറേ മാർക്ക് കിട്ടുമ്പോഴല്ലേ അതിന്റെ ഒരു ഇത്. അപ്പോ ഞാൻ എടുത്ത പോർഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കാം. അപ്പൊ അവരനുസരിച്ച് ക്വസ്റ്റ്യൻ ഞാനിപ്പോ സേഫ് ആക്കാം, പക്ഷെ ഇതൊക്കെ പഠിക്കണം കേട്ടോ. നിങ്ങള് ടീച്ചേഴ്സ് അല്ലേ, അത് കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കാല്ലോ. സേഫ് ആക്കി പറയരുത്, പഠിക്കണം എന്ന് പറയാം. ഓക്കെ, ഞാൻ ചെയ്ത പോലെ ആർക്കും ചെയ്തു തുടങ്ങിയത് കേട്ടോ. തേർഡ് വൺ അല്ലേ? തേർഡ് വൺ പറഞ്ഞു വരാം. മീര സിങ്സ് വെൽ. മീര സിങ്സ് വെൽ എന്ന് പറയുമ്പോൾ ടെൻസ് പ്രസന്റ് ടെൻസ് ആണ്. കാരണം സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ എസ് ആഡ് ചെയ്യുമ്പോൾ പ്രസന്റ് ടെൻസിൽ മാത്രമേ നമ്മൾ അങ്ങനെ ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പൊ സിംഗുലർ സബ്ജക്റ്റ് ആണ്, സിങ്സ് യൂസ് ചെയ്തു. അപ്പോ പ്രസന്റ് ടെൻസിൽ വരുന്ന ഓക്സിലറി ഡു അല്ലെങ്കിൽ ഡസ് ആണ്. ഇത് രണ്ടേ വരുള്ളൂ. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഡസും, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ ഡു ആണ് വരാം. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് മീരയാണ്, സിംഗുലർ സബ്ജക്റ്റ് ആണ്, യൂസ് ചെയ്യുന്നത് ഡസ് ആണല്ലേ. അപ്പൊ അത് മാത്രമല്ല, മീര സിക്സ് വെൽ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് കൂടിയാണ്. അപ്പൊ വരേണ്ട ക്വസ്റ്റ്യൻ ആകെ നെഗറ്റീവ് ആയിരിക്കണം. ഡസ് ആണെന്ന് നമുക്കറിയാം. എന്താ പിന്നെ യൂസ് ചെയ്യണ്ടേ? അതിനെ നെഗറ്റീവ് ആക്കാം. ഡസിനെ നെഗറ്റീവ് ആക്കണമെങ്കിൽ നോട്ട് ചേർക്കാം, ഡസ് ഉണ്ടാക്കാം. ദെൻ മീര എന്ന് പറയുന്ന ഫീമെയിൽ ആയതുകൊണ്ട് സബ്ജക്റ്റ് എന്ത് വരും? ഷീ വരും. സിമ്പിൾ അല്ലേ? അഥവാ സ്റ്റേറ്റ്മെന്റിൽ ഓക്സിലറി നേരെ ഓക്സിലറി കിടപ്പുണ്ടെങ്കിൽ, അതായത് ഈസ്, ഹാവ്, ആർ, ഹാവ്, ഇതൊക്കെ നേരെ തന്നെ ക്വസ്റ്റ്യൻ ആ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടെങ്കിൽ അതിനെ എടുത്തിട്ട് നെഗറ്റീവ് ആക്കിയാൽ മതി. അതാണ് ഇവിടെ കണ്ടത്. യു ഹാവിന്റ് ഈസ്റ്റഡ് എനിത്തിങ്. ഓൾറെഡി ഇവിടെ ഹാബിറ്റ് കിടപ്പുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പോസിറ്റീവ് ആക്കാ ചെയ്യേണ്ടേ. അപ്പൊ ഹാബിറ്റ് എടുത്ത് ഇപ്പോൾ ക്വസ്റ്റ്യൻ ആക്കി ഇടുമ്പോൾ ഹാവ് ആയിട്ട് വരും. ഹാവിന്റെ ഹാവ് ആയിട്ട് വരുന്നു. യു തന്നെയാണ് സബ്ജക്ട്. അപ്പൊ ഹാവ് യു എന്നാണ് അതിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ക്ലിയർ ആയോ ഇപ്പോ? ഇത്രയുള്ളൂ. യു സിംഗ് വെൽ, അത് എങ്ങനെയാ വരിക? യു സിംഗ് വെൽ എന്ന്. ഷീ സിംഗ്സ് വെൽ, ഡസൻ ഷീ. യു സിംഗ് വെൽ പറയുമ്പോ ഡസൻ യു വരുമോ? അല്ലേ? അല്ലേ? അതെന്താ അവിടെ ഐ യു ദേവി എന്നുള്ളതേ അങ്ങനെ നോക്കിയിട്ടാണ്. സിംഗുലറും പ്ലൂരലും നോക്കിയിട്ടാണ് അവിടെ. ഹി ഷീ ഇറ്റ് ഇവരുടെ കൂടെയാണ് ഡസ് വരിക. ഡു ഡസ് ആവും നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ യു വരുമ്പോ ഡു ആണ് അവിടെ വരിക. അപ്പൊ ഡോണ്ട്. അപ്പൊ യു സിംഗ് വെൽ എന്ന് പറയുമ്പോ
ആണ്, ആണ്, ട്രൂ ആണെന്ന് മനസ്സിലാക്കാം. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്, ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ട്രൂവിന്റെ നെഗറ്റീവ് എടുക്കാം, ഡോണ്ട് എടുക്കാം, ഡോണ്ട് യു എന്ന് വരും. അത്രയും. ശരിക്കും നമ്മൾ ഇത്രയും പഠിച്ചതിലേ ഏറ്റവും ഇമ്പോർട്ടന്റ് ടെൻസ് അല്ലേ? ടെൻസ് വെച്ചിട്ടാണ് ഇങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്തേക്കും മാറുന്നത്. ഒക്കെ ടെൻസ് ആണ് മുഖ്യം. ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞ് ശ്രദ്ധിച്ചിരിക്കണം. ടെൻസ് ഇമ്പോർട്ടന്റ് ആണ്, അത്യാവശ്യമാണ് എന്നൊക്കെ പറഞ്ഞ നോക്കി മിസ് ചെയ്യുന്നൊക്കെ പറയുന്നു. മനസ്സിലായോ? അതിനുശേഷം നമ്മൾ ടെൻസ് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. വേറെ സ്പീച്ച് ആണെങ്കിലോ ആക്റ്റീവ് വോയിസ് ആണെങ്കിലോ ക്വസ്റ്റ്യൻ ടാഗ് ആണെങ്കിലോ ഒക്കെ ടെൻസിലാണ് കളി. ടെൻസ് പഠിച്ചാല് അതെല്ലാം ഭയങ്കര സിമ്പിളാണ്. അപ്പൊ മനസ്സിലായില്ലേ എത്രത്തോളം ടെൻസ് ഇമ്പോർട്ടന്റ് ആണ്? അതുകൊണ്ടാണ് നിങ്ങൾ ഗ്രാമർ പഠിക്കാണ്ട് പോയത്. ക്ലാസ് മിസ്സായിട്ട് പോയോ? കഷ്ടം. ഇമ്പോർട്ടന്റ് ക്ലാസ് ആണ് ടെൻസ്. മറ്റേ ഞാൻ എടുത്തത് പിന്നെയുള്ളത് ഇമ്പറേറ്റീവ്സ് വേർബാണ്. ഇമ്പറേറ്റീവ്സ് എന്താണെന്ന് അറിയാലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അറിയാവുന്നതാണ്. If they are surprised, they usually say will you as the imperative words ഇല്ലേ? Sure. Please help me. Please close the door. ഇതൊക്കെ ഇമ്പറേറ്റീവ്സ് ആണ്. അങ്ങനെ വരുമ്പോ ക്വസ്റ്റ്യൻ ടാഗ് will you ആയിരിക്കും എന്നാ പറയുന്നത്. അവിടെ ഇമ്പറേറ്റീവ്സ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഇതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? will you ആണോ? നിങ്ങൾ ചെയ്യേണ്ടത് ഇമ്പറേറ്റീവ്സ് ആണോ എന്ന് നോക്കണം. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇമ്പറേറ്റീവ്സ് ആണെങ്കിൽ will you ആണ് വരാം. ഓക്കെ, ക്ലിയർ? മിസ്, ആ ഇമ്പരറ്റീവ് വേർഡുകൾ കുറച്ചൊന്ന് പറഞ്ഞുതരാവോ? ഞാൻ പറയണേ. ഇമ്പറേറ്റീവ്സ് ആണ്. പിന്നെ എനിക്ക് അറിയേണ്ടത് will you വരുന്നതും won't you വരുന്നതും ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെയാണ് can you, can വരുന്നത്. അത് നമുക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇതിലേക്കാണത് വരാനുള്ളത്. ഇപ്പൊ കണ്ടോ, the boy can sing. The boy can sing എന്ന് പറയുമ്പോ നെഗറ്റീവ് എന്തായിരിക്കും വരാം? അത് ഓൾറെഡി പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. The boy can sing. Can നെഗറ്റീവ്, can. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമല്ലോ കേട്ടോ. നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് അധികം വരില്ല. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ കുറച്ച് നിങ്ങൾ എന്റെ നോട്ട് ചെയ്യാൻ തരാം. ഏതൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ളത്, ഇമ്പോർട്ടൻസ് ഏതൊക്കെയാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഇമ്പറേറ്റീവ്സ് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റേണ്ട ഒന്നാണ്. ഇമ്പറേറ്റീവ്സ് വെക്കുമ്പോൾ will you അല്ലെങ്കിൽ won't you ഒക്കെയാണ് വരേണ്ടത്. അപ്പൊ അത് ഏതൊക്കെയാണ് നിങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാണല്ലോ, എക്സാമിന് വരുമ്പോൾ ആൻസർ ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ അത് ഞാൻ നോക്കിയിട്ട് വരാം. അത് ഞാൻ കുറച്ച് നിങ്ങൾക്ക് തരാം. അതുപോലെ ഇതുപോലെ തന്നെയാണ് ഇമ്പറേറ്റീവ്സ് ഇമ്പറേറ്റീവ്സിനെ ഞാൻ കുറച്ച് നോട്ട്സ് ചെയ്യാൻ തരാം. അത് വെച്ച് പഠിക്കും. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആണ്. അത് ഞാൻ ആ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. ഓക്കെ, ക്ലിയർ അല്ലേ? അത് എടുത്ത പോർഷൻസ് എല്ലാം ക്ലിയർ ആണോ? പക്ഷെ ആറിൻഡ്യൂടെ ഒന്ന് പറഞ്ഞുതരുമോ? ആറിൻഡ്യൂ ചെക്കൂലേ? ആറിൻഡ്യൂ you are a student. ആണ്. ആ, ഓക്കെ. ആറിൻഡ്യൂ. You are a student. I'm a student. അപ്പൊ എങ്ങനെ വരും? I'm a student. അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ടേബിൾ നോക്കി പഠിക്കണം. ഓക്കെ, അപ്പൊ ഈ സെൻഡ്യൂ എന്നാണ്. അപ്പൊ യു വരില്ലല്ലോ അവിടെ. I'm a student. ഈ ടേബിളിൽ ആ സംഭവം ബോക്സിൽ ഉണ്ടാ നോക്കൂ. ലിസന്റ് എന്ന് മാത്രമേ വരുള്ളൂ. അവിടെ ഐ അല്ലേ വന്നത്? അപ്പൊ എങ്ങനെ വരിക? ഐ ആണോ വന്നത്? ഐയുടെ കൂടെ ഒരു ഓക്സിലറി വന്നല്ലോ, അത് നോക്കിയേ. എന്തോ ആറിഞ്ച് ഐ എന്നാണോ? ആ, ആറിന്റെ ആണ് വരാ. ഐയുടെ കൂടെ വന്നിരിക്കുന്ന ആം അല്ലേ? അപ്പൊ ആം എന്ന് പറയുമ്പോ അത് നെഗറ്റീവ് എങ്ങനെയാകും? ആറിന്റെ ആകും. ഈ ടേബിളിലോട്ട് ആറിന്റെ ആ
ആമ ആറിന്റെ ആയിട്ട് മാറും. അപ്പൊ ആറിന്റെ ആണ് വരാം. അപ്പൊ ഈ ടേബിൾ പഠിക്കേണ്ട ആവശ്യമാണ്. ഈ ടേബിൾ പഠിക്കാൻ പറയുന്നത് തന്നിരിക്കുന്ന സെന്റൻസിൽ ഈ ടേബിളിലുള്ള ഏതെങ്കിലും ഓക്സിലറി ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആക്കാം ഇത് ചെയ്യേണ്ടതാണ്. ഓക്കെ, he's a teacher. Isn't he? Okay, I'm a teacher. Aren't I? You are a student. Aren't you? Okay. They are players. Aren't they? കണ്ടോ, ഞാൻ പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റിലും ഈ പറയുന്ന ഓക്സിലറീസ് എല്ലാം ഉണ്ട്. ഈസ് ഉണ്ട്, ആം ഉണ്ട്, ആർ ഉണ്ട്. അങ്ങനെ കണ്ടാലേ എന്താണ് നമുക്ക് ഇനി അതിന് നെഗറ്റീവ് എടുക്കാം. ഇവിടെ വ്യത്യാസമായിട്ടുള്ളത് ആം മാത്രമേ ഉള്ളൂ. ആം എന്താണ്, ഒരിക്കലും ആമിന്റെ ആകില്ല, ആറിന്റെ ആയിട്ടേ വരും. അത് മാത്രമേ നിങ്ങൾ പഠിക്കേണ്ടുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഓക്കെ, ഹി വാസ് എ സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ വാസ് ഇൻ ഹി ആണ്. ഹി വാസ് എ സ്റ്റുഡന്റ്, വാസ് ഇൻ ഹി. They were players. Where they? മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആയി. ക്ലിയർ ആയില്ലേ? അപ്പൊ ടേബിള് പഠിക്കേണ്ട ആവശ്യമാണ്. മനസ്സിലായോ ടേബിൾ എന്തിനാ തന്നിരിക്കുന്നത്? I can sing a song. ഇത് പറയും. You can sing a song എന്ന് പറയും. Can't you? Can't you? Yeah, അത്രേ ഉള്ളൂ. Can't you? നിങ്ങൾ എന്താ ഇത്ര ആലോചിക്കുന്നേ? ഈ ടേബിൾ പഠിച്ചു എക്സാം സിമ്പിൾ ആണ്. You will sing a song. You will sing a song. എന്ത് വരും? Want you? Want you. Want you. Yeah, want you. I have a car. Haven't I? Haven't I? ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഇതിലേക്ക് വരുള്ളൂ. പിന്നെ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉള്ളത് ഇംപെരേറ്റീവ്സ് ആണ്. ആ ഇംപെരേറ്റീവ്സ് ഞാൻ കുറച്ച് നോട്ട്സ് ഞാൻ തരാം. അത് നോക്കി പഠിക്കാം. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആയോ? ഇതാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ആൻസർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ he's not there. Sorry, he's not here. എന്താണ്? Answer you. He is not here. Isn't he? Is he? Sorry, not out on the is he? Yes. അതിന്റെ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണ്. അപ്പോ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഈസിന്റെ അല്ലേ ചോദിക്കേണ്ടത്? ഈസ് ഹി. ഇനി ഈസ് ഇൻ ദ ക്ലാസ്. ഇനി ഈസ് ഇൻ ദ ക്ലാസ്. Isn't she? Yes. Isn't she? Sam eats too much. Doesn't he? Doesn't he? Yeah, correct. Simi does not eat much. Does she? Does she? Yeah. You should not smoke. Should you? shall Should you? you? Should you? Should in negative, should in that, should you? She has finished. Hasn't she? Hasn't she? Yeah. He has not finished the work. Has he? Has he? Yes, thank you. Didn't he? Didn't he? Ambo പഠിച്ചല്ലോ നിങ്ങൾ. Okay. Laila did not sing well. Right. Laila did not sing well. Did she? Okay. ആർക്കെങ്കിലും മനസ്സിലാവാത്തവരുണ്ടോ ഇതില്? എന്ത് പറഞ്ഞേ? 30 സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാവരോടും കൂടിയാ ചോദിക്കുന്നത്. ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ?
മനസ്സിലായവരുണ്ടോ? മനസ്സിലായി മിസ്സേ. എക്സാമിന് കാണുമ്പോ ഇതൊക്കെ തലയിൽ വരുമോ എന്നുള്ളതാണ്. എക്സാമിന് വരുമ്പോഴൊക്കെ പഠിക്കണം, ചെയ്ത് പഠിക്കണം. പക്ഷെ ക്വസ്റ്റ്യൻ ടാഗ് സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. ആദ്യം മിസ്സേ കുറച്ച് സിമ്പിളാ. ഒരു കാര്യം ചെയ്യും, ഇതൊരു ടെക്സ്റ്റ് തന്നിരിക്കുന്ന എക്സസൈസ് ഒക്കെ ഒന്ന് ചെയ്തു. എല്ലാ ടേബിൾ നോക്കാം. ഇറ്റ് ഒക്കെ വരാണെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ ഇത് വരും. ഈസിന്റെ ഇറ്റ് ആണോ? ഈസിന്റെ ഇറ്റ്. ഇത്രയേ ഉള്ളൂ. The books are not easy എന്ത് വരും? എന്ത് വരും? ആർദ്ദയാണ് വരാ. ബുക്സ് അതുകൊണ്ടാണ് അവിടെ ദേ വരുന്നത്. അവർ എന്നല്ലാണ്ട് അവ എന്നൊരു മീനിങ് കൂടെ തേക്കില്ലേ ഇല്ലേ? ഇത്രയൊക്കെയുള്ളൂ. ക്ലിയർ ആണല്ലോ? ഇതാണ് ക്വസ്റ്റ്യൻ ടാഗ്. എക്സസൈസ് മാക്സിമം ഒക്കെ ചെയ്യാൻ നോക്കാം. എനിക്ക് കുറച്ച് എന്താണ് സുഖമില്ല, ഒരുപാട് സൗണ്ട് സ്ട്രെയിൻ വരുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം എക്സസൈസ് ഒക്കെ ചെയ്യും. ഞാനിപ്പോ ഫുള്ള് ചെയ്യിപ്പിച്ചാലേ പറഞ്ഞു. ഓക്കെ, അപ്പോ ക്ലിയർ ആണല്ലോ? ഇത്രയുള്ള ക്വസ്റ്റ്യൻ ടാഗ് ചാപ്റ്റർ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് മിസ്റ്റേക്ക്, കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് കഴിയുമെന്ന് വിചാരിച്ചില്ല, ഞാനും വിചാരിച്ചു. ഇതിനൊക്കെ ഉള്ളൂ ചാപ്റ്റർ. ഇനി വേണ്ടത് ഫ്രീസൽ വേർബ് ആണല്ലേ? ഫ്രീസൽ വേർബ് നോട്ട് ചെയ്ത് വെക്കാൻ. അതോടുകൂടി നമ്മുടെ ചാപ്റ്റേഴ്സ് കഴിഞ്ഞു കേട്ടോ. അതിലില്ലേ ഫ്രേസൽ വെർബിലില്ലേ ഇമ്പോർട്ടന്റ് ആയി പറഞ്ഞ ഞങ്ങൾ അങ്ങനെ ടിക്കറ്റ് വെച്ച് പോയിക്കൊണ്ട് ഞങ്ങൾ അത് പഠിച്ചോണ്ട്. അതെ, മനസ്സിലായി എനിക്കത്. തീരെ സ്വാർത്ഥതയില്ലാത്ത കുട്ടികളല്ലേ ഞങ്ങൾ. ഓക്കെ ഓക്കെ. ഇമ്പോർട്ടന്റ് സിമ്പിൾ ആയിട്ട് നോക്കണോ അല്ലെങ്കിൽ ടഫ് നോക്കണോ? അപ്പൊ പറയണം. ഫസ്റ്റ് വൺ, ബ്രേക്ക് ഇറ്റ്. മിസ്സേ അത് ഏത് ചാപ്റ്ററാ മിസ്സേ? യൂണിറ്റ് 30. Break away, dog. The first one, break away. Then break out. Break out. Bring in. Bring about. Bring about, bring in, then call at, call upon, carry out, come about,
combine, cut across and cut down. Cut across and cut down. Numbers പറയണോ? Okay അല്ലേ? നമ്മൾ നോട്ട് ചെയ്യണില്ലേ? യെസ് മാം, നോട്ട് ചെയ്യുന്നുണ്ട്. Cut across and cut down. Then nice പറയണം കേട്ടോ. Then get over. Get through. Get through. Give up. Give up. Look after. Captor. Make up. ഒന്നുകൂടെ പറയാ, ഏതാ പറഞ്ഞേ? Look after and make out. Put across. Cross. John. Wind up. Wind up. And cling to. Last one. Cling to. Okay. മിസ് ക്ലിയർ ആവുന്നില്ല, സൗണ്ട് വിട്ടു. ലാസ്റ്റ് പറഞ്ഞ രണ്ടെണ്ണം ഒന്ന് പറയാം. Wind up and cling to. Number പറയുകയാണെങ്കിൽ 67 and 69. ഇത് ശരിക്കും ഡബിൾ മീനിങ് വരുന്നത്, അതായത് ആ ഒരു വേർഡിന്റെ അർത്ഥം അതാണോ ഉദ്ദേശിക്കുന്നത്? പുട്ട് ഓൺ എന്ന് പറഞ്ഞില്ലേ, പുട്ട് ഓൺ എന്ന് പറയുമ്പോ വേർന്നുള്ള അതിന്റെ അർത്ഥമാണ് വരുന്നത് അല്ലേ? അങ്ങനെ ഇത് Put on your shirt എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഷർട്ട് ഇടൂ എന്ന് പറയും. മനസ്സിലായോ? മനസ്സിലായി. അതുകൊണ്ടാണ് ഫ്രേസൽ വെർബ് പഠിക്കാൻ പറയുന്നത്. ഇപ്പൊ മനസ്സിലായോ? നമുക്ക് ആവശ്യമാണ്. മനസ്സിലായി. ഞങ്ങള് ജസ്റ്റ് നോക്ക പോലും വേണ്ട എന്നാണ് പറയുന്നത്. അതല്ല, ഇത് പഠിച്ചാ പോരെ? മോഡലിന് ഇതല്ലേ വരുള്ളൂ. അതെ അതെ, അത് ഞങ്ങള് പഠിച്ചോണ്ട് പിന്നെ ഒഴിവ് പോലെ ഇപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ തിരക്കല്ലേ കഴിഞ്ഞിട്ട് പഠിച്ചോണ്ട്. ഓക്കെ, ഒരു കാര്യം എക്സാമിന് ഓക്കെ സമ്മതിച്ചു ഞാൻ, പക്ഷെ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമാണ് കേട്ടോ. പഠിച്ചാൽ അത്രയും നല്ലതാണ്. എക്സാമിന് വേണ്ടി പഠിക്കേണ്ട, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എപ്പോഴെങ്കിലും പഠിക്കാം. ഓക്കെ ഓക്കെ, പറഞ്ഞ കാര്യം. നമ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? നമ്പേഴ്സ് വേണോ? ഞാൻ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്. നമ്പേഴ്സ് ആയിട്ട് വേണോ ആർക്കെങ്കിലും? മിസ്സേ നമ്പേഴ്സ് പറ. വേണം. 1, 5, 8, 11, 12,
ഞാൻ നോട്ട് ചെയ്തേ. Okay, numbers in the text is there. 1, 5, 8, 11, 15, 16, 19, 20, 22, 25, 26, 29, 31, 34, 39, 42, 46, 49, 67, 69. Yeah. Up with 3. Phrasal verb. Examine. അപ്പോ നമ്മുടെ എല്ലാ ചാപ്റ്ററും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി സ്പെല്ലിംഗ് ഒന്നും ഞാൻ എടുക്കുന്നില്ല. സ്പെല്ലിംഗ് എടുക്കണോ? അതിന്റെ ആവശ്യമില്ലല്ലോ, വെറുതെ സമയം കളയണോ? അതിന് ക്വസ്റ്റ്യൻ വരുമോ? സ്പെല്ലിങ് കറക്റ്റ് ആയിട്ടുള്ളത് എഴുതാന് എക്സാമിന് വരുമോ? പിന്നെ ഞാൻ അതിന്റെ ഡീലാന്ന് പറഞ്ഞാൽ മതിയോ? എളുപ്പമാവല്ലോ. അല്ല, ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് വരെയുള്ളപ്പം ഞങ്ങൾ 5ാമത്തെ ബാച്ചല്ലേ, അപ്പൊ മുന്നേ വന്നവർക്ക് വന്നത് അറിയില്ല. മിസ്സിന് അതൊന്ന് പറഞ്ഞാൽ മതി. ഞാനെടുത്തിട്ടില്ലല്ലോ. എന്നാലും ഇമ്പോർട്ടന്റ് അതെങ്ങനെ? അപ്പൊ ഈ സുനാമി എന്നൊക്കെ പറയണ പോലെ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് അങ്ങനെ എഴുതാനാണോ? കടകെട്ടി വാക്കൊന്നും ചിലപ്പോ വരാൻ ചാൻസില്ല. സുനാമി അത് എളുപ്പമല്ല എഴുതാനോ? ആ എളുപ്പാണ്, പക്ഷെ ചിലർക്ക് ആ ടീ ഫ്രണ്ടിലുള്ള ഫസ്റ്റ് ഒരു ടി വരെ മിസ്സേ. അതാ അതാണ്. അപ്പൊ പഠിക്കാൻ ഭയങ്കര മടിയാട്ടോ. മടിയൊന്നുമില്ല മിസ്സേ, ഇംഗ്ലീഷ് ഇങ്ങനെ കുറച്ച് പറഞ്ഞാൽ പെട്ടെന്ന്. പക്ഷെ മറ്റേതൊക്കെ അല്ലേ ഓരോ സെന്റൻസ് നോക്കി അങ്ങനെ പഠിക്കേണ്ടത്, അപ്പൊ കുറെ ടൈം അങ്ങനെ പോകും. അപ്പൊ ഈ ഭാഗം സെറ്റ് ആയി കഴിഞ്ഞാല് പിന്നെ അത് പഠിച്ചാൽ മതിയല്ലോ. ഓക്കെ. സൈക്കോളജി എനിക്ക് അറിയോ? സ്പെല്ലിംഗ് അറിയോ? സൈക്കോളജി ആ പി വരും ഫ്രണ്ടില്. സൈക്കോളജി. പിന്നെ ടെക്സ്റ്റിൽ നോക്കാം. ടെക്സ്റ്റില് കുറച്ച് ഇങ്ങനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഫീലിംഗ് ഏതാണ്? ഫോണ്, ടീഫ്. ഞാൻ ഒരു കാര്യം നിന്നോട് പറയട്ടെ. ഇപ്പൊ ഞാൻ പറയുന്ന പക്ഷെ ഈ 4 ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഇതാണ്. ആണോ? ഉണ്ടാതെ പറയൂ. ഇങ്ങനെ വരുള്ളൂ ക്വസ്റ്റ്യന് ഈ തീഫ് ഒക്കെ വന്ന പോലെ. അതില് തീഫ് കുഴപ്പമില്ല, പക്ഷെ മറ്റേതൊക്കെ തിരി കിട്ടാത്ത വേർഡാണോ? എല്ലാം അങ്ങനെ തോന്നുന്നു. കണ്ടോ? സീലിംഗ്, പിന്നെ എന്താണ് സാൻഡ്വിച്ച്, ചാവൽ, ജേണി. കേട്ടോ? ഇങ്ങനെ കുറച്ച് തലതിരിഞ്ഞ കുറച്ച് വേർഡ്സ് കറക്റ്റ് സ്പെല്ലിംഗ് കേൾക്കാൻ സിമ്പിൾ വേർഡ് ആണെങ്കിലും സ്പെല്ലിങ്സ് കുറച്ച് തലതിരിച്ചൊക്കെ തന്നാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട് ആൻസർ ചെയ്യാൻ പറ്റില്ലേ? ഇതാണ് ടെൻഷൻ. നോക്കാം മിസ്സേ. നമുക്ക് ചെയ്യാട്ടോ. ഞാൻ നോക്കിയിട്ട് വരാം. കുറച്ചൊക്കെ തരാം. ഞാൻ പഠിക്കണ്ട. എളുപ്പം അതുപോലെ എങ്ങനെയാണ് എക്സാം? ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞെന്ന് പറയോ ഇനി നിങ്ങള്? ഇല്ല, തുടക്കത്തിലുള്ള പേടിയൊന്നും ഇപ്പൊ ഇല്ല. ഇപ്പൊ കൊറേയൊക്കെ ജയിക്കാന്നുള്ള ഒരു വിശ്വാസമൊക്കെ ഉണ്ട്. കൺഫ്യൂസേഴ്സ് ഒക്കെ പറയാം. നമുക്ക് പറയാൻ പറ്റോ? Silly sister sells silk to 6 seniors. അതൊക്കെ വേഗം വെക്കണം തന്നെയാണ്. ഇതൊക്കെ വായിച്ചു നോക്കട്ടോ. നല്ലതാണ്. കൺഫ്യൂസേഴ്സ് എന്തിനാണെന്ന് അറിയോ നമുക്ക്?
ഫ്ലെക്സിബിലിറ്റി വരാനാണ് നമ്മുടെ മൗത്തില് ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ടീച്ചേഴ്സ് പറയുന്നത്. കാരണം നമ്മൾ മലയാളം മാത്രമേ സംസാരിക്കുന്നുള്ളൂ, ഇംഗ്ലീഷ് പറയുന്നില്ല. അപ്പോ നമുക്ക് മലയാളം പറയുന്ന പോലെയല്ല നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ നമുക്ക് വേണ്ട കുറെ നമ്മുടെ ഓർഗൻസ് ഉണ്ട് നമ്മുടെ മൗത്തിൽ തന്നെ. അതെല്ലാം ഫ്ലെക്സിബിൾ ആയാൽ മാത്രമേ നമുക്ക് ആ ഇംഗ്ലീഷ് വേർഡ് നല്ല ഈസി ആയിട്ട് പ്രൊണൗൺസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഈ ടീച്ചേഴ്സ് ഒക്കെ തരുന്നത് കേട്ടോ. മാക്സിമം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് ടൈം ഇല്ലാതായി പോയി, കുറെയെങ്കിലും ചെയ്യിപ്പിച്ചാൽ. പക്ഷെ മിസ്സേ മലയാളികൾക്ക് പൊതുവെ ഇംഗ്ലീഷ് പറയാൻ കുഴപ്പമില്ലല്ലോ, അത് ഓർഗൻസ് ഒക്കെ കറക്റ്റ്. പക്ഷെ ഇംഗ്ലീഷുകാർക്ക് അവർ ഇംഗ്ലീഷ് തന്നെ പറഞ്ഞ മലയാളം പറയാനാ ടഫ്. ഇംഗ്ലീഷ് കുഴപ്പമില്ല. മലയാളം ആർക്ക് പറയാൻ പറ്റില്ല, കാരണം നമ്മള് ഒരുപാട് നമുക്ക് നാക്കാണെങ്കിലും നമ്മുടെ ഇരിപ്പാണെങ്കിലും അല്ലെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ വേറെ ലാംഗ്വേജിൽ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ യൂസ് ചെയ്യാത്ത പോർഷൻ ഉണ്ട് കേട്ടോ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ. അത് കോൺടെക്സ്റ്റ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് കോൺടെക്സ്റ്റ് എടുക്കാൻ ടീച്ചർ വരുന്നുണ്ട്. ഉണ്ടോ? വേറെ ടീച്ചർ തന്നെ ഞാൻ എടുക്കണോ? ആരെടുത്താലും കുഴപ്പമില്ല, മിസ് തന്നെ പഠിക്കാൻ. എടുത്തു. ആരെടുത്താലും കുഴപ്പമില്ല മിസ്സേ. വേറെ ടീച്ചർ ഒന്നുമില്ല, ഞാൻ തന്നെയാണ്. ആഗ്രഹിച്ചു വേറെ ടീച്ചർ ആഗ്രഹിച്ചു. അങ്ങനെയൊന്നുമില്ല. ഞാനില്ലേ, ഞാൻ ഡിഗ്രിക്ക് ചേർന്ന് 2 ആഴ്ചയെ പോയുള്ളൂ. അപ്പൊ ഫോണറ്റിക്സ് അവിടെ ഡിഗ്രിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ 2 ആഴ്ച മാത്രമേ ഉണ്ട്, ഒന്നും പഠിഞ്ഞില്ല. അപ്പൊ ഹോട്ടലിൽ നിന്നുള്ളത് നമ്മൾ ഹോട്ടലിൽ നിന്നല്ല പറയാ, പക്ഷെ എന്താ ഹോറ്റലിനോ അങ്ങനെ അങ്ങനെ എന്താണ്ടാ സാർ പറഞ്ഞത്. അപ്പൊ എനിക്ക് പഠിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ പഠിക്കാൻ പറ്റിയില്ല. അപ്പൊ അത് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, കോൺടെക്സ്റ്റ് നമ്മൾ എടുക്കുന്നുണ്ട്, ഞാൻ എടുക്കുന്നുണ്ട്. പക്ഷേ ഓൺലൈൻ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്ലാസ് എടുക്കല്. കാരണം ഞാൻ കറക്റ്റ് പ്രൊണൗൺസ് ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് എനിക്ക് അത് അറിയാൻ പറ്റുന്നില്ല. നിങ്ങൾ പറയുന്നത് കറക്റ്റ് ആണോ, ഇനി ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. കോൺടെക്സ്റ്റ് പഠിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഓഫ്ലൈൻ ആണ് ഏറ്റവും നല്ലത്. ഓൺലൈൻ കുറച്ചൊരു ക്ലാരിറ്റി നോക്കണം, മാക്സിമം അത് എടുക്കാം. ഓക്കെ, കാരണം നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്ന പോലെ എല്ലാം കോൺടെക്സ്റ്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് പറയുന്നത് വിചാരിക്കും നിങ്ങൾ. പക്ഷെ നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മൾ അങ്ങനെ പറയുന്നില്ല, കാരണം നമ്മൾ ശീലിച്ചു പോയ കാര്യമാണ്. ഇനി നമ്മൾ അങ്ങനെ പറഞ്ഞാലോ കളിയാക്കാൻ 100,000 വീഴുന്നു. കറക്റ്റ് ആണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ആരുടെ മുന്നിൽ നമുക്ക് സംസാരിക്കുന്ന കുഴപ്പമില്ല, കളിയാക്കാനും വിഷയമൊന്നുമില്ല. ഇപ്പൊ ഋഷാന പറഞ്ഞ ഹോട്ടലല്ല അല്ലേ, ഹോട്ടൽ നമ്മളത് പറഞ്ഞാലും ഓക്കെ ഇങ്ങനെയാണ് പറയേണ്ടത് എന്ന് നമുക്ക് അയാളോട് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും. കാരണം നമുക്ക് ഓൾറെഡി അത് അറിയാം, പൊളിറ്റിക്സ് അറിയാം, എങ്ങനെ അത് പ്രൊണൗൺസ് ചെയ്യണം എന്നറിയാം, എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ പഠിച്ചാല് ഏറ്റവും നല്ലതാണ്. അത് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് നമ്മൾ സംസാരിക്കുന്ന ആ ഒരു മോഡ് തന്നെ മാറിപ്പോകും, ടോൺ തന്നെ മാറിപ്പോകും. ഇങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്, ഇങ്ങനെയാണെന്ന്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ചാപ്റ്റേഴ്സ് എല്ലാം കഴിഞ്ഞു. സന്തോഷമായോ? അത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ടാഗ് ഞാൻ പറഞ്ഞു, എംബറേജീസ് ഞാൻ നോക്കിയിട്ട് വരാം. അത്രയേ ഉള്ളൂ. സോ കഴിഞ്ഞു, ഇംഗ്ലീഷ് കഴിഞ്ഞു, ആശ്വാസമായി. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇതുവരെ പഠിച്ച പഠനങ്ങൾ? എങ്ങനെയുണ്ടായിരുന്നു? ഇംഗ്ലീഷ് ഗ്രാമറാണ് നമ്മൾ നോക്കിയത്. ഇത് തോന്നുന്നു വിശക്കുന്നുണ്ടോ? പോയോ? ക്ലാസ്സിൽ എടുത്തോ ആരെങ്കിലും? എന്താന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പോർഷനൊക്കെ കഴിഞ്ഞല്ലോ, പിന്നെ ഒന്നും ഇല്ലല്ലോ, ഇനി എല്ലാം പഠിക്കണമല്ലോ എന്നൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നമുക്ക് പയ്യെ റിവൈൻഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഞാൻ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം, അപ്പൊ അത് നോക്കി പഠിച്ചാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് തുടങ്ങി, അതായത് ഫ്രൈഡേ തുടങ്ങി നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ മാം. ഓക്കെ മാം. സോ ഇനിയിപ്പോ മിസ്സേ മോഡൽ എക്സാം എന്നത്തേക്ക് കാണുമെന്ന് വല്ലതും അറിയാമോ മിസ്സേ? നെക്സ്റ്റ് മന്ത് ആണോ എനിക്ക് അറിയില്ല കേട്ടോ. അപർണ കുറച്ചും കൂടെ പോർഷൻ തീരാനുണ്ട്, ഡിപ്ലോമ അതൊക്കെ. അപ്പൊ തീർന്ന് അപ്പൊ ഈ മാസം അവസാനം തീർക്കൂന്നാ പറഞ്ഞേക്കുന്നത്. ഇംഗ്ലീഷ് ആയതുകൊണ്ട് സ്പീഡിൽ പോകാൻ ഒരു പേടിയായിരുന്നു, പക്ഷെ സ്പീഡൊന്നും ഉണ്ടായില്ലല്ലോ, ക്ലിയർ ആയില്ലേ? അല്ല, ഞാനും കരുതിയിരുന്നത് ഇങ്ങനെ ഇംഗ്ലീഷ് തീരെ ഉണ്ടാകൂല. പക്ഷെ ഇംഗ്ലീഷാണ് ഫസ്റ്റ് തീർന്നത്. തീരെന്ന് വിചാരിച്ചത് തീർന്നിട്ടില്ല, ഇംഗ്ലീഷ് തീർന്നു.
ഇന്നത്തെ ഒരു ആശ്വാസം വെച്ചാൽ സ്പീഡിൽ പോകണം എന്നൊരു പേടി ഉണ്ടായിരുന്നു, പക്ഷെ അത് പോയില്ല. അപ്പോ നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും. വെള്ളിയാഴ്ച നെക്സ്റ്റ് ഫ്രൈഡേ തുടങ്ങിയ റിവിഷൻ ആണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നോക്കുക, ഈ നെക്സ്റ്റ് ഫുള്ള് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ ചോദിക്കാം കേട്ടോ. സമയം വേസ്റ്റ് ചെയ്യാനില്ല, അതുകൊണ്ടാണേ. ഓക്കെ, താങ്ക് യു. Thank you all. See you on the next class. Okay, bye. Thank you, ma'am.